Hi guys, welcome back to another video and this is for my Nagaland family. Hi Nagaland, kinaka ase namaskaram balase. So guys, ഇന്ന് നമ്മളൊരു പുതിയ ജേണി ഒരുപാട് കാലങ്ങളായി ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് യാസിൻ വ്ളോഗ്സ് പോയിട്ട് ഈ വർഷം 2025 ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞാൻ എവിടെ പോയിട്ടില്ല ഗൈസ്. 2025 ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് എവിടെയും പോയിട്ടില്ല. 2024 ഡിസംബറിലാണ് ഞാൻ ലാസ്റ്റ് കസാക്കിസ്ഥാൻ ഇന്ത്യയിലെത്തി. അതിനുശേഷം നമ്മൾ ഒരു ലോങ് 2 മാസത്തോളം 45 ദിവസത്തോളം നീണ്ടു നിന്ന ഒരു ജീപ്പ് യാത്ര ഞാനും അക്കീറും കേരളം മുതൽ നാഗാലാൻഡ് വരെ നടത്തി. അതിൻ്റെ ഇടയ്ക്ക് ഭൂട്ടാൻ കയറി. ഭൂട്ടാൻ ഇൻ്റർനാഷണൽ യാത്ര നടത്തി. പക്ഷേ അത് ഫ്ലൈറ്റിലല്ലായിരുന്നു, ജീപ്പിലായിരുന്നു. അതായിരുന്നു നമ്മൾ ചെയ്ത യാത്ര. അങ്ങനെ ഞാൻ 30 രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ്. 30ാമത്തെ വയസ്സിൽ 30 രാജ്യം ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നു, യാത്ര ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഒരു യാത്ര പോവാണ്. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ഇതെൻ്റെ 3ാമത്തെ തവണയാണ് ആ രാജ്യത്തോട് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് റഷ്യയിലോട്ടാണ് ഗൈസ്. ഐ എം ഗോയിങ് ടു റഷ്യ ടുഡേ. അപ്പം വളരെ ബേജാറോട് കൂടിയുള്ള ഒരു യാത്രയാണ്. 2 ബേജാറുകളുണ്ട്. ഒന്നരാഴ്ച മുന്നെയാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് പിന്നെ വീഴുന്നതും പിന്നെ ഒരുപാട് പേര് മരിക്കുന്നതും ആ ഒരു പേടിയുണ്ട് യാത്ര ചെയ്യുമ്പോൾ. പക്ഷേ അതിനുശേഷം ഞാനിപ്പം നാഗാലാൻഡ് ഫ്ലൈറ്റിലാണ് വന്നത്. 2 ഫ്ലൈറ്റ് മാറി കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ആ പേടി കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ പുറമെ ഏറ്റവും വലിയ പ്രശ്നം ഇറാൻ ആൻഡ് ഇസ്രായേൽ വാർ. ഇന്നലെ രാത്രിയും പിന്നെ ഖത്തറിൽ ഇറാൻ ബോംബിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ പോണത്. എൻ്റെ ഫ്ലൈറ്റ് പോവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ബാംഗ്ലൂർ ടു ബഹ്റിൻ ടു മോസ്കോ. ബട്ട് ദർ ഇസ് എ വൺ സ്റ്റോപ്പ്. ഈജിപ്തിൽ നിർത്തി എണ്ണ അടിച്ചിട്ടാണ് യൂറോപ്പ് വഴിയാണ് എങ്ങോട്ട് പോണത്, മോസ്കോയിലോട്ട് പോണത്. ഞാൻ ഇതിൻ്റെ മുന്നേ എനിക്ക് ജൂൺ 25-ാം തീയതി ആയിരുന്നു ഫ്ലൈറ്റ്. എയർ അറേബ്യ കോഴിക്കോട് ടു അബുദാബി ടു മോസ്കോ. അത് ക്യാൻസലായി. പിന്നീട് ഞാൻ വീണ്ടും ബുക്ക് ചെയ്തതാണ് ഗൾഫ് എയറിൻ്റെ. അതാണ് ബഹ്റിൻ ട്രാൻസിറ്റ് വന്നിട്ട് നേരെ എങ്ങോട്ട് പോകണത്, മോസ്കോയിലോട്ട് പോകണത്. ഹോപ്പ് ഫിംഗർ ക്രോസ്ഡ് ആണ് നമ്മൾ റഷ്യയിലെത്തും. ഈ വട്ടം ഞാൻ 16 ദിവസത്തെ വിസിറ്റിംഗ് വിസ എടുത്തിട്ടാണ് പോണത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എയർപോർട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇതാ എൻ്റെ ലഗേജ് ഇവിടെ റെഡിയാണ്. ഇതാണ് എൻ്റെ മെയിൻ ലഗേജ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെന്താ ഉള്ളതെന്നൊക്കെ ഉള്ളത് എൻ്റെ ഫാമിലി ബ്ലോഗിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കാരണം ഞാൻ എൻ്റെ വൈഫിനെ കാണാൻ വേണ്ടി പോവാണ്. വൈഫിൻ്റെ കോൺവെക്കേഷനാണ് കേട്ടോ. അപ്പം ഇതിൽ ഫാമിലി കണ്ടൻറ്റ് കാര്യങ്ങളുണ്ടാവില്ല. ഇതിൽ കറക്റ്റ് യാത്രാ വിവരണങ്ങൾ, യാത്ര ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. മറ്റേതിൽ മൊത്തം യാത്രേനെ കുറിച്ചൊന്നും ഉണ്ടാവില്ല, അതിൽ ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവില്ല, ഫാമിലി കാര്യങ്ങൾ അങ്ങനത്തെ വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ 2 വ്ളോഗ് ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇന്നത്തെ യാത്ര. സോ എക്സൈറ്റഡ്. അപ്പം ഇന്ന് രാത്രി 10:20 എൻ്റെ ഫ്ലൈറ്റ്. ബഹ്റൈനിൽ 12:30 രാത്രി 12:30 നേരെ മോസ്കോ. അപ്പോൾ ഇപ്പം 10:20 എനിക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിലോട്ട് ബസ്സാണ്. 4:30 ആകുമ്പോൾ എത്തും. 4:30 പിന്നെ 2 മണിക്കൂർ കൊണ്ട് എയർപോർട്ട് എത്തിയിരിക്കും. പിന്നെ ചെക്കിൻ തുടങ്ങുന്നു, നേരെ പോകുന്നു. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ന്യൂ ജേർണി ടു റഷ്യ. ഇറങ്ങാനായി. സമയം 9:45 കഴിഞ്ഞ്. പിന്നെ ശിങ്കുവിന് കുറച്ച് മെഡിസിൻസ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഏതോ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ. അപ്പോൾ അത് കൂടി മേടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. സോ അമ്മ ഇറങ്ങട്ടെ, ഇനി പോയിട്ട് വന്നിട്ട് കാണാം. അപ്പം എനിക്കിതിപ്പോ ഒരു എന്തായി മാറി, സ്ഥിരം പോണോണ്ടേ. എൻ്റെ അമ്മ ലഗേജിന്റെ വെയിറ്റ് നല്ലോണം കൂടിയല്ലോ. യാസിൻ വ്ളോഗ്സിന്റെ ക്യാമറ മറന്നു. മഴയാണ്. വണ്ടിയിലോട്ട് ഈ ലഗേജ് അങ്ങോട്ട് എടുത്ത് വെക്കണ്ടേ. ഓടി വെക്കലേ, ഓടിപ്പടിച്ചങ്ങോട്ട് വെക്കാം. ചെറുതായിട്ടൊന്നും നനിയും, കുഴപ്പമില്ല. ഡിക്കിയിലൊന്നും വെക്കണ്ട, വേറെ ആരുമില്ലല്ലോ. അതല്ലോ വണ്ടിയോ? അത് കുഴപ്പമില്ല.
Yes, yes, yes. No tension. Be cool, okay? ഡാഡി വണ്ടി തിരികട്ടെ, എന്നിട്ട് കയറിപ്പോ. നമ്മ ഇറങ്ങിയേ, ഓക്കെ? ചിരിക്കേ, എന്താ കൊണ്ടു പിന്നെ മരുമോളെയും കൊണ്ട് വരികയല്ലേ ഞാന്. ഉമ്മക്ക് എന്നുള്ളതാ ഇറങ്ങുമ്പോ കരച്ചില്. മതി മതി മതി, ഒന്നും മറന്നില്ലല്ലോ. ആ മതി, അവിടെ മതി, അവിടെ മതി. ഫോൺ എടുത്തേക്കണേ, പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത്. ഫോണും പാസ്പോർട്ടും ഉണ്ടായാൽ തന്നെ മതി, ബാക്കിയൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മ പോയി. ആ ഭാവിനോട് പറഞ്ഞേക്ക്. സോ കൽപ്പറ്റ പോട്ടെ, എന്നിട്ട് നമുക്ക് നമ്മള് പുരേന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇനി നേരെ കൽപ്പറ്റയിലോട്ട് പോകുന്നു. 10:25 ആകുമ്പോൾ നമ്മള് ബസ് വരും. നമ്മൾ നേരെ ബാംഗ്ലൂരിലോട്ട് കേട്ടോ, എയർപോർട്ടിൽ. സാറ്റലൈറ്റിലാണ് ഇറങ്ങുക. അവിടുന്ന് ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ബസ് കയറി പോകാന്ന്. ഞാൻ നോക്കട്ടെ, ടൈം നേരത്തെ എത്തുകയാണെങ്കിൽ ബസ് കയറി പോകും. അവിടുന്ന് ഇല്ലെങ്കിൽ ഞാൻ എന്താക്കും, പിന്നെ ടാക്സി വിളിച്ചിട്ട് പോകും. ഒന്നും പറയണ്ട, കഷ്ടകാലം എന്നാ പറയാണ്ട് വരിക. ഞാൻ ബുക്ക് ചെയ്ത ബസ് ഇപ്പോൾ കൊടുവള്ളി എത്തിയിട്ടുള്ളൂ. അത് ഇവിടെ എത്തണമെങ്കിൽ ഇനി 1.5 മണിക്കൂർ കഴിയും. അതുകൊണ്ട് അതിൽ കയറി ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് മിസ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സ്പ്രസ് വരും എന്ന് പറഞ്ഞു 10:20. അതിൽ കയറി പോയിക്കോളാൻ പറഞ്ഞു. ഇന്നലെ രാത്രി ഫ്ലൈറ്റ് പിന്നെ ബസ് ബുക്ക് ചെയ്താൽ മതിയോ, എല്ലാം ചറ പറയാന്ന് പറഞ്ഞിട്ട് പടപടാന്ന് പറഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് അവിടെ എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി KSRTC ആരും വിശ്വസിച്ച് ബുക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇത് ഒരു കറക്റ്റ് ടൈമിന് വരും, അതിൽ കറക്റ്റ് കയറി നിങ്ങൾക്ക് കറക്റ്റ് സ്ഥലത്ത് എത്താന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് ബുക്ക് ചെയ്തോളി. 2 മണിക്കൂർ മുന്നേ ബുക്ക് ചെയ്യണം. ഓക്കെ, ഫൈനലി ഒരു ബസ് കിട്ടിയിരിക്കണേ. AC ഒന്നല്ല, എത്തിയാലെത്തി. വെൽക്കം ടു ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ലേലേ ബ്ലോക്കാണ്. അങ്ങനെ ഫൈനലി ഇതാ എയർപോർട്ട് എത്തുകയാണ്. റീച്ചിങ് ബാംഗ്ലൂർ എയർപോർട്ട്, കമ്പക്കോട്ട ഇന്റർനാഷണൽ എയർപോർട്ട്. ഏകദേശം ഞാൻ ഈ വണ്ടി കയറിയത് 4:30 5:30-6 മണി കഴിഞ്ഞിട്ടോ. 6:10 ഇവിടെ എത്താൻ. അത്രയും ദൂരം, അത്രയും ടൈം എടുത്തു. ദൂരം കുറവാണ്, ടൈം എയർപോർട്ട് റോഡാണ് കേട്ടോ. എത്തും ഒരു 3-4 കിലോമീറ്ററിൽ എയർപോർട്ട്. എയർപോർട്ടിന്റെ ഫുൾ വ്യൂ കിട്ടും തോന്നുന്നില്ല ഗൈസ്. അക്കാണെന്നാണ് എയർപോർട്ട്. ഏകദേശം നല്ല കിട്ടില്ല റോഡ് കേട്ടോ. ഇവിടെ പണിയെടുക്കുക, നല്ല ബാംഗ്ലൂരാന്ന് കണ്ടാ പറയില്ല കേട്ടോ. എമ്മാരി സെറ്റപ്പില. ഓ, ഇതൊക്കെ സിംഗപ്പൂരൊക്കെ ഉള്ള പോലെ. നൈസ് ഗൈസ്, നൈസ് എന്ന് വെച്ചാൽ അടിപൊളി ലുക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ടെർമിനൽ 2-ലാണ്. അപ്പോൾ ടെർമിനൽ 2-ലോട്ടാണ് നമ്മൾ. നൈസ്. എന്തത് റിസോർട്ടോ? ബാംഗ്ലൂർ എയർപോർട്ട് എന്തൊരു ഭംഗിയാ നോക്കി. ഏതോ റിസോർട്ടിലൊക്കെ പോയാലുണ്ട്. എമ്മാരി അടിപൊളിയാ. ചുറ്റും കാണാൻ ഇങ്ങനെ ആയിരിക്കണം ഒരു എയർപോർട്ട്. കാണുമ്പോൾ തന്നെ ഫോറിനേഴ്സൊക്കെ വരുമ്പോണ്ടല്ലോ കണ്ണുകളും. നമ്മൾ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട്. ഇതാ നമ്മളിതാ F281 GF2 ഓൺ ടൈമാണ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ലഗേജൊക്കെ അവിടെ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെക്കിങ്ങിലോട്ട് പോവാണ്. ഇനി ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം. ചെക്കിങ് കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ എന്ത് സുനി ഷോപ്പുകളാട്ടോ. എന്ത് രസമാണ് നോക്കി കാണാൻ. അടിപൊളി ഗൈസ്.
നല്ല ഭംഗിയോടുകൂടി. ഇപ്പം നമുക്ക് എന്താക്കാം, അതൊക്കെ താണ്ടി ഇതൊന്നും നമ്മൾ വാങ്ങണില്ല. നമ്മളവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ. 7:30 ആയിട്ടേ ഉള്ളൂ. 8:30, 9:30, 10:30, ഇനി 3 മണിക്കൂറുണ്ട് ഗൈസ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ. പക്ഷെ നല്ല അടിപൊളി കേട്ടോ. എനിക്ക് എയർപോർട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇനി മുതൽ നമ്മൾ ബാംഗ്ലൂരിലത്തെയാണ്. അത്രക്കും രസമുണ്ട് കാണാൻ. നൈസ്. എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ. നമ്മളെ ചെക്കിനും കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞ് ഇതാ ഇപ്പം കംപ്ലീറ്റ്ലി ഇവിടെ വന്നിരിക്കുകയാണ്. എമിഗ്രേഷനിൽ റഷ്യയിലോട്ടാണ് പോകണമെന്ന് പറഞ്ഞപ്പം കൊട്ടഞ്ഞ് ഗൈസ്. ഒന്നാമത് നമ്മൾ യാത്ര കുറച്ച് അഡ്വഞ്ചർ ആയതുകൊണ്ട് എന്നൊരു 15 മിനിറ്റ് എങ്ങാനും പിടിച്ച് നിർത്തിയിട്ട് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടാണ് വിട്ടത്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, പക്ഷെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടാണ് എന്നെ വിട്ടത്. അങ്ങനെ നമുക്ക് 2 ഇതും കിട്ടി, ബോർഡിംഗ് പാസും കിട്ടി. ഇവിടെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി റഷ്യയിലോട്ട് പോകണമെങ്കിൽ വിസ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞുതരാം. റഷ്യ വിസ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞ വർഷം മുതൽ ഈ വിസ, അതായത് ഇലക്ട്രോണിക് വിസ, ടൂറിസ്റ്റ് വിസ കേട്ടോ, അത് ആരംഭിച്ചിട്ടുണ്ട് റഷ്യ. അപ്പം 16 ദിവസത്തേക്കാണ് കിട്ടുക. ചെറിയ റേറ്റിന് നമുക്ക് കിട്ടും. അപ്പം നിങ്ങളത് സ്വന്തമായിട്ട് എടുക്കാനായിട്ട് നല്ല ആരെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കും. ഞാൻ ഈ വട്ടം ഞാൻ ഒറ്റയ്ക്കല്ല പറഞ്ഞ് 5 പേരെ ഞാൻ പോകുന്നുണ്ട്. ഞങ്ങൾ മൊത്തം 5 പേര്, അതായത് എൻ്റെ വൈഫിൻ്റെ ഫാമിലി മൊത്തം ഉണ്ട്. അവർ ബഹ്റൈനിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി വിസ മൊത്തം ഞാനാണ് എടുത്തത്. അത് എന്നെ ഹെൽപ്പ് ചെയ്ത് travel.com എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പം അവർ ത്രൂ ആണ് എനിക്ക് റഷ്യൻ വിസ എടുത്ത് പെട്ടെന്ന് അവർ നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽസ് കൊടുത്തു പെട്ടെന്ന് വിസയും കാര്യങ്ങളൊക്കെ എടുത്തെന്ന് എല്ലാ കാര്യങ്ങളും നോക്കി അവരാണ്. അപ്പോൾ നിങ്ങൾക്ക് റഷ്യൻ വിസ എന്നല്ല, ഇൻ്റർനാഷണൽ ഏത് വിസയും UK, ലണ്ടൻ അല്ല UK, ലണ്ടൻ ഒന്നാണ്, UK, പിന്നെ അമേരിക്ക, കാനഡ, ഷെങ്കൻ, ഇനി ഏത് രാജ്യത്തോട്ടുള്ള വിസ വേണമെങ്കിലും ഈ ഒരു കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ചെറിയൊരു പിന്നെ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി അവർ ചെയ്തുതരും. യാസിൻ ബ്ലോഗ്സിൻ്റെ സബ്സ്ക്രൈബറാന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രാ കെയർ അവരെന്തായാലും തരും, ചെറിയൊരു ഡിസ്കൗണ്ട് തരും. അപ്പോൾ എന്തായാലും എന്താക്കുക, ഇനി നിങ്ങൾക്ക് ഏത് രാജ്യത്തോട്ടുള്ള വിസ വേണമെങ്കിലും ഈ ഒരു കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. travel.com അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ റഷ്യയിലോട്ട് പോവാണ്. അവരാണ് നമ്മളെ ഈ ഒരു യാത്രയിൽ സഹായിച്ച ആൾക്കാർ. അപ്പം ഇതാണ് നമ്മളെ ഗേറ്റിംഗ് പോയിൻ്റ്. ഇനി ഏകദേശം 3 മണിക്കൂർ 2.25 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്ട് എന്നിട്ടേ തുടങ്ങുള്ളൂ. ഇപ്പം 7:45 ആയിട്ടുള്ളൂ. 8:45, 9:45, 10:45, 10:45 ആകുമ്പത്തിനും നമ്മൾ ബോർഡിങ് തുടങ്ങുകയായിരിക്കും. ഓക്കെ. ഈ യാത്രയിൽ ഏറ്റവും വലിയ പേടിയാണ് ഇന്നലെ രാത്രി ആണെങ്കിൽ ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് പൊങ്ങിയ ഫ്ലൈറ്റ് ആണെങ്കിൽ പണി പാളിയാനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇതേ ടൈമിൽ പിന്നെ ഇവിടുന്ന് 10:30 കയറിയപ്പോഴാണ് ഈ പിന്നെ ഖത്തറിലോട്ട് ബോംബിട്ടത്. മനുഷ്യൻ മൊത്തത്തിൽ പ്രശ്നമായി, അൽക്കുത്തായി, അജീഷുമായി. അതേ ഇത് ഇന്ന് തുടർന്നു കഴിഞ്ഞാൽ ഇന്ന് സീസ് ഫയറൊക്കെ പറഞ്ഞിരിക്കണ്. എന്തായാലും ഒരു യുദ്ധമുഖത്തിലാണ് യാത്ര മൊത്തം. എന്തൊക്കെ ടെൻഷൻ അടിക്കണം, യുദ്ധത്തിൻ്റെ ഇത് ടെൻഷൻ അടിക്കണം, അവിടെ എത്തോ ഇല്ല, എന്തൊക്കെ ടെൻഷനാണ് ഈ യാത്രയിൽ. നല്ല രസമാണ്. എനിക്കാണെങ്കിൽ 1 മണിക്കൂർ ലേ ഓവറുള്ളൂ ഇവിടെ ബഹ്റൈനിൽ. ഈ ഫ്ലൈറ്റ് ഡിലേ ആയാൽ അവിടുത്തെ ഫ്ലൈറ്റ് പോകും. അപ്പോൾ എല്ലാം കൂടി കറക്റ്റ് നടക്കണം ഗൈസ്, അല്ലെങ്കിൽ എല്ലാ പണികളും പാടും. ഹോപ്പ്ഫുള്ളി എല്ലാം സക്സസ് ആയിട്ട് നടത്തും. ഇനി നമ്മളെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോവാണ്. ഞാൻ സോൺ 3 ആയതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ്. സോൺ 1, സോൺ 2 കഴിഞ്ഞിട്ട് ലാസ്റ്റ് സോൺ 3 ഗൈസ്. ഫൈനലി വി ആർ എൻട്രിങ് ദ ഫ്ലൈറ്റ്. സീറ്റ് നമ്പർ എൻ്റെ എത്രയാണ് നോക്കട്ടെ. സീറ്റ് നമ്പർ 14A. അപ്പം സൈഡ് സീറ്റ് ആയിരിക്കും. സോ ഗൈസ് 14A ഇതാണ് നമ്മളെ സീറ്റ്. എന്താ വേസ്റ്റ് എടുക്കുന്ന വണ്ടിയാണ്. അപ്പം ഇതാണ് നമ്മുടെ സീറ്റ്. ഒരു കുഞ്ഞ് TV ഇവിടെയുണ്ട്. ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം, കോട്ടൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ. ഇതാണ് നമ്മളെ ഫുഡ് ട്രാക്ക്. ഇതാണ് ഫുഡ് വെക്കുക. അങ്ങനത്തെ എല്ലാ സെറ്റപ്പുകളും ഇവിടെ റെഡിയാണ്. ഒരു തലയാണ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുവരെ ആരും വന്നിട്ടിരുന്നിട്ടില്ല. നല്ല പുതിയ സീറ്റുകൾ കേട്ടോ. പിന്നെ പുറത്തോട്ടുള്ള കാഴ്ച നല്ല അടിപൊളി കാഴ്ച. അടിപൊളിയല്ലേ? നല്ല ലെഗ് സ്പേസും ഉണ്ട്. അപ്പം അടിപൊളിയായിട്ട് ഇരുന്നിട്ട് പോവാം. ഇതിൽ ഫുഡും സെർവ് ചെയ്യും. ഇനി ഫുഡൊക്കെ വരുമ്പോൾ കാണാം കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് സീറ്റ് വേപ്പോട്ടാക്കാം. ജേണി വരുന്നത് 4 മണിക്കൂറാണ്.
ബൈ 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 പറയാനുള്ള ടൈമായി. ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോകണം. ഭക്ഷണം വന്നിട്ടുണ്ട്. ഇത് ഷിങ്കു പറ്റിച്ച പണിയാണ്. ഹിന്ദു മീൽ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് വെജിറ്റേറിയൻ വന്ന് കഴിച്ച് എനിക്ക് വെജിറ്റേറിയൻ മാത്രം ഷിങ്കുവിനെ കൊണ്ട് കിട്ടിയതാണ്. ഇല്ല നല്ല ബിരിയാണി തിന്ന് പോകേണ്ട എന്നെ ഓള് ഹിന്ദു മീലാക്കിയതോ. ഹിന്ദു മീൽ എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്താ സാരല്ല, വെജിറ്റേറിയൻ വെജിറ്റേറിയൻ. ഇതെന്താ സാധനം എന്ന് പോലും എനിക്കറിയില്ല. ഇതൊരു ബിസ്ക്കറ്റ്, ഇത് ചായക്കപ്പ്, ബണ്ണ്. എനിക്കാണ് ഏറ്റവും ഫസ്റ്റ് ഇവിടെ ഫുഡ് കൊണ്ട് തന്നെ. ബാക്കി എല്ലാവരും ഇനി വരികയുള്ളൂ. ഗൈസ് ഷിങ്കുവിന് വരുന്നത് തെറ്റിദ്ധരിച്ചു. ഹിന്ദു മീൽ എന്ന് പറഞ്ഞാൽ പരിപ്പറി, ചോറ്, ചിക്കൻ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഞാനൊരുവിധം എല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുഡാട്ടോ. ബഹ്റൈൻ ബഹ്റൈൻ നമ്മൾ ബഹ്റൈനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വേഗം ഞാൻ എൻ്റെ സ്ഥലത്തോട്ട് പോട്ടെ, ടൈമില്ല. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ സർപ്രൈസ് അതിഥികൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫാമിലിയെ തപ്പിയിട്ടുള്ള യാത്രയിലാണ് കേട്ടോ. 13B എല്ലാവരും ഉള്ളത്. എന്താ കേട്ടോ നമ്മളെ ടീം. എന്നെ കണ്ടിട്ടില്ല, എന്നെ കാണുമോ നോക്കട്ടെ. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണം നോക്കട്ടെ. അസ്സലാമലൈക്കും. വാലേക്കും സലാം. എത്തി. എവിടെ അലിയൻ? അസ്സലാമലൈക്കും. അലിയ ഇല്ലില്ല, എനിക്ക് ഞാനിത് വന്ന് ഇറങ്ങിയിട്ട് നമ്മളെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവിടെ റെഡി ആയിട്ടിരിക്കുന്നു. സോ ഗൈസ്, നമ്മൾ ഈജിപ്തിൽ നിന്ന് മോസ്കോയിലോട്ട് പോകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. പാൻ കേക്ക്, മറ്റേ കൊസാക്ക്, പിന്നെ ഫ്രൂട്ട്സ്, ബട്ടർ, പെപ്സി, ഒരു ജ്യൂസ്. സോ ഗൈസ്, ആദ്യമായിട്ട് എല്ലാവരും റഷ്യയിലെത്തിയിരിക്കുന്നു. നടക്കൂ. വെൽക്കം ടു റഷ്യ, മൈ 3rd ടൈം ഇൻ റഷ്യ. സോ വൺ ഗുഡ് ന്യൂസ്, ഐ എം ഇൻ റഷ്യ. വൺ ബാഡ് ന്യൂസ്, അതായത് എൻ്റെ കൂടെ 4 പേരുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, ആ 4 പേര് എൻ്റെ കൂടെ റഷ്യക്ക് ഉണ്ടായിരുന്നു. ഓരോ 4 പേര് എമിഗ്രേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നെ മാത്രമേ കയറ്റി വിട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി അവരിപ്പോൾ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബാംഗ്ലൂരിൽ നിന്ന് കയറി നേരെ ബഹ്റിനിലെത്തി. ബഹ്റിൽ നിന്ന് നേരെ ആദ്യം ഈജിപ്തിൽ കൈറോയിൽ പോയി ഇറങ്ങി ഡീസലടിച്ച് അവിടെ നിന്ന് നേരെ മോസ്കോയിലെത്തി. ഇന്ത്യക്കാർ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ
ഇന്ത്യൻ എമിഗ്രേഷനിൽ ഒടുക്കത്തെ ചോദ്യങ്ങളായിരിക്കും, ഇവിടുത്തെ എമിഗ്രേഷനിൽ ഒടുക്കത്തെ ചോദ്യങ്ങളായിരിക്കും. അപ്പം എൻ്റെ കൂടെ ഉള്ളവർ വന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ സെക്ഷനായിട്ട് വിളിക്കുക. ആദ്യം പിന്നെ ഉസ്ബെക്കിസ്ഥാൻകാരെ, കസാക്കിസ്ഥാൻകാരെ, ഇന്ത്യക്കാരെ, ബംഗ്ലാദേശുകാരെ. അപ്പം ഒരു 10-30 ഇന്ത്യക്കാരാകുമ്പോൾ ഒരു സെക്ഷനായിട്ട് വിളിക്കും. എന്നിട്ട് ചോദിക്കും എന്തിനാണ് ചോദിച്ചിട്ട് കയറ്റി വിടിയിരിക്കും. എന്നിട്ട് ഇനി പുറത്തിറങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. വന്നവരൊക്കെ ഒരുവിധമൊക്കെ പോയി, ഞാൻ മാത്രം ഇവിടെ ഇരിക്കുക. പിന്നെ ഒരു കാരണവശാലും ഇവിടുന്ന് സിം എടുക്കാൻ പാടില്ല. കാരണം പിന്നെ സിം എടുത്തു കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇവർ പറ്റിക്കുക ചെയ്യുക. ശരിക്കും പുറത്ത് പോയിട്ട് നമ്മളെ പാസ്പോർട്ട് കൊടുത്ത് ഓഫീസ് കയറിയിട്ട് എടുക്കണം. ഇത് സിമ്മിൻ്റെ ഇപ്പോൾ ടെലോ 2 ആണെങ്കിൽ അതിൻ്റെ ഓഫീസിൽ പോയിട്ട് തന്നെ സിം എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ATM ഒന്നും വർക്ക് ചെയ്യില്ല, ഡോളറായിട്ട് വരണം. എനിക്ക് പിന്നെ എൻ്റെ വൈഫ് ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് എല്ലാം കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വട്ടം പോയപ്പോഴേ ഒരു കാർഡ് കൊണ്ടുപോയിരുന്നു, അതുകൊണ്ട് അത് വർക്ക് ചെയ്യും. ഞാൻ അവർ വരട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇന്ന് മോസ്കോയിലാണ് സ്റ്റേ. ഫൈനലി ഇതാ ഒരാൾ വന്നിരിക്കുന്നു. വേഗം കിട്ടി, എല്ലാം ഞാൻ ഒപ്പിച്ച്. എങ്ങനെയുണ്ട്? എന്താ പറഞ്ഞ് പറയണ്ടേ? അവസാനം നമ്മളെ ഇനി എന്താ പറയാ, കുറച്ചും കൂടി ആളുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാരും കിടത്തി കിട്ടോ? ഇപ്പഴാ ഒരു ആശ്വാസം വന്ന്. ഒരാള് വന്നിട്ട് പാസ്പോർട്ടിന്റെ ചോദിച്ചു തന്നിട്ട് നമ്മൾ ആ മറ്റേ കോളേജിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ കാണിച്ചു കൊടുത്തിട്ട്, അപ്പൊ ആളത് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ട് ആണ്, അല്ലെങ്കിലും വിടും. ആള് ടൂറിസ്റ്റ് ആണോ ചോദിച്ചു. നമ്മള് ടൂറിസ്റ്റ് അല്ല, ടൂറിസ്റ്റ് ആണ്. പക്ഷെ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക് ഇംഗ്ലീഷ്. ആള് എനിക്കൊന്നും ഇവര് ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് നടത്തുന്നുണ്ട്. അതിനാണ് ഇവർ ഈ പാസ്പോർട്ട് കൊണ്ടുപോകണം. പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് ഇവര് കുറെ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. സോ 1.5 മണിക്കൂറായി. എത്ര മണിക്കൂറായി? നമ്മൾ എത്ര മണിക്ക് ഇറങ്ങി? ഇവിടെ സമയം 11:15 ഇറങ്ങി. ഇപ്പൊ സമയം എന്തായി? ഇപ്പോ 2:07. ഓ, അപ്പം 2 മണിക്കൂറിന് മേലെയായി. ലഗേജ് മൊത്തം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഒന്നും അടുപ്പിച്ചെടുക്കല് പോസിബിൾ അല്ല. ഒരു 8 hours നന്നായില്ലേ നാളത്തേക്ക് ഗൈസ്. ശരിക്കും നമ്മളെ ഡൊമസ്റ്റിക് ഇന്നായിരുന്നു വരേണ്ടത്. എന്തോ ഭാഗ്യത്തിന് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയില്ല. ഇപ്പം എല്ലാവരും വരും, എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാം. ഞങ്ങളിതാ മോസ്കോ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അപ്പം ഇനി റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോകണം. നമ്മൾ കേരളത്തിൽ റോഡ് ക്രോസ് ചെയ്യുന്ന പോലെ അളിയൊക്കെ ക്രോസ് ചെയ്യരുത്, നല്ല ചീത്ത കേൾക്കും, ഫൈനും കിട്ടും. നമ്മൾ അവിടെ തന്നെ പോയിട്ട് ക്രോസ് ചെയ്യണം. ഇവിടെ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ. അതാ ഇതിൻ്റെ നേരെ ആ സൈഡിലാട്ടോ നമ്മൾ അപ്പാർട്ട്മെൻറ്റ്, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം എൻ്റെ കൂടെ ഇതാണ് എൻ്റെ അളിയൻ. നിങ്ങൾ കുറച്ച് നേരത്തെ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഇത് പേര് സിൻഷാദ്, സിനു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയും ഇപ്പം എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റെഡ് സ്ക്വയർ ഞാനൊരു 4-5 വട്ടം പോയി കാണും. അപ്പം അളിയൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അളിയന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ മൊത്തം കാണിച്ചു തരാം. അങ്ങോട്ടായിരിക്കില്ലേ? ഇങ്ങോട്ട് തന്നെയാ. സോ ഗൈസ്, നല്ല വിൻഡാണ്. ഒരു മിനിറ്റ് വിൻഡ് പോയിട്ട് എടുക്കാം. നമ്മൾ താമസിക്കുന്ന സ്ഥലം മോസ്കോയിൽ വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കേട്ടോ. ഓക്കെ, ഒരു 10-20 നില ഉണ്ടാവുമായിരിക്കില്ല. അത് 10-20 നിലയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ താമസം. കിഡിലൻ. അപ്പോൾ നമ്മൾ റെഡ് സ്ക്വയർ കാണാൻ വേണ്ടി പോകട്ടോ. 30 നില ഉണ്ടാവോ? ഓ, അടിപൊളി. ഇനി ഞങ്ങൾ നേരെ ടാക്സി പിടിക്കുന്നില്ല, ഞങ്ങൾ നേരെ മെട്രോ പോയിട്ട് മെട്രോ കയറിയിട്ട് അളിയന് ഇവിടുത്തെ മെട്രോ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. മെട്രോ കയറിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നേരെ മെട്രോ പോട്ടെ. നെറ്റ്വർക്ക് ഇല്ല ഞങ്ങളെ കയ്യിൽ, ഇൻ്റർനെറ്റ് ഇല്ല. അപ്പം എത്തുന്നിടത്ത് എത്തും. സോ ഗൈസ്, ഇതാണ് റഷ്യൻ റൂബിൾസ്. എന്നെ ഒരുപാട് വട്ടം കാണിച്ചതാണ്. ഇത് 100, ഇത് 50, ഏകദേശം 1 രൂപ = 1 രൂപയായിരുന്നു. കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പം ഇന്ത്യൻ കറൻസിക്കായിരുന്നു വില കൂടുതൽ, പവർ കൂടുതലുണ്ടായിരുന്നു, വാല്യൂ. ഇപ്പം റഷ്യൻ കറൻസിക്കായിട്ട് മാറി. റഷ്യൻ റൂബിൾസ് എന്നാണ് ഇതിനെ പറയാം. ഇതാട്ടോ, ചിലവരെ വിചാരം റഷ്യയിൽ ഡോളേഴ്സാണ്, അതായത്
1 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 100-80 കിട്ടും എന്നുള്ളത് അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ പൈസക്ക് വലിയ വാല്യൂ ഇല്ല. വാ ഓൺലി വൈബ് സ്ഥലം കേട്ടോ. ഞാൻ നേരത്തെ കിട്ടാൻ സാധ്യതയുണ്ട്. അളിയനെ വേണേ ഒറ്റയ്ക്ക് എടുക്കാം. സൂപ്പർ ഗൈസ്, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മളെ മെട്രോ ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, ഈ ഏരിയത്തെ ഏറ്റവും ലാസ്റ്റ് പോയിന്റാണ് ഈ മെട്രോ. കാരണം അതുകൊണ്ടാണ് ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ. ബാക്കിയുള്ളവർ ഇവിടുന്ന് ഇനി ബസ് കയറി പോകണം. അപ്പോൾ നമ്മൾ നേരെ മെട്രോയിലോട്ട് കയറുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നു. ആ വെയിൽ തിരുമ്പി വന്നിട്ടേ, വെയിൽ തിരുമ്പി വന്നാൽ ഭയങ്കര രസമാട്ടോ ഇവിടെ മൊത്തത്തിൽ കാണാൻ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് എൻ്റർ ടു ദ മെട്രോ സ്റ്റേഷൻ. ചൈന മെട്രോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ റഷ്യൻ മെട്രോ ഒന്നൊന്നുമല്ല കേട്ടോ. സോ ഗൈസ്, ഇതാണ് മെട്രോ ഈ ടിക്കറ്റ് എടുക്കുന്ന രീതി. ഇതാ ഒറ്റ ടിക്കറ്റ് ഇതാ ഇവിടെ ഇടും. 150 ഇടാൻ പറ്റുള്ളൂ, 500 ഇടാൻ പറ്റില്ല. 50ഉം 80ഉം പൈസ ഇല്ലല്ലോ. 500 ഇട്, നോക്കട്ടെ, ഇട്ട് നോക്കൂ. ബാക്കി വന്ന ഇല്ലളിയാ പറയണ്ടേ, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ആയല്ലോ. അപ്പോൾ ഇങ്ങനെ നോട്ട് എങ്ങനെ വരും? ചില്ലറായിട്ട് ഫുള്ള് ചില്ലറ പണി കിട്ടി. അളിയനെല്ലാം അറിയാം, എനിക്കറിയില്ലല്ലോ. ഗൈസ് 500 രൂപ ഫസ്റ്റ്, ഇങ്ങനെയാണ് പഠിക്കുക. 500 രൂപ ഫസ്റ്റ് തന്നെ പോയി എന്ന് വിചാരിച്ചാൽ മതി. ടിക്കറ്റ് എടുത്തതാണ് ഗൈസ്, 500 രൂപ പോയി. ഇങ്ങനെയാണ് മെട്രോയിൽ ടിക്കറ്റ് എടുക്കുക. എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമല്ലോ. ചില്ലറൻ്റെ മഴ വരും, പക്ഷെ നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാം. മഴ യൂസ് ചെയ്യാം. നോട്ട് വന്ന് അലിയ, എന്താണ് അലിയ അത് എടുത്ത് ടിക്കറ്റ് എടുത്ത് പോവാ. റെഡി അല്ലേ? ടിക്കറ്റ് അടിച്ചു കൊടുക്ക്. ഇതാണ് കേട്ടോ ടിക്കറ്റ്, 1 ടൈം യൂസ് ടിക്കറ്റ്. ഇനി നമുക്ക് ഉള്ളിൽ കയറാം. സോ ഗൈസ്, ഇവിടുന്നാണ് ട്രെയിൻ വരിക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ട്രെയിനല്ല, മെട്രോ ട്രെയിൻ. പ്ലാറ്റ്ഫോം ഇങ്ങോട്ടേക്കേ ഉള്ളൂ, ഇത് ലാസ്റ്റ് എൻഡ് പോയിന്റ് ആണല്ലോ. അപ്പം അങ്ങോട്ടേക്കില്ല, എല്ലാം ഇങ്ങോട്ടേക്കാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് ഗൈസ്. അളിയൻ ഭയങ്കര കെയറിങ് ആണല്ലോ. ഓക്കെ, നമുക്ക് കയറി ഫസ്റ്റ് ഇതായ കൊണ്ട് സീറ്റ് കിട്ടും, അപ്പോൾ കയറിയിരിക്കാം. ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ഒന്നും ഇല്ല ഇവിടെ. ഇത് കേരളമൊന്നുമല്ല. ഓക്കെ, ചിലപ്പില്ലേ നമ്മുടെ അടുത്ത് ആരും വന്നിരിക്കില്ല. നമ്മൾ ഇന്ത്യക്കാരെ ചിലപ്പെട്ടോ കൊള്ളാം. സോ ഗൈസ്, നമ്മളിതാ മെട്രോന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് മെട്രോ മാറി കയറണം. ഇപ്പം വയലറ്റ് ലൈനിലാണ് വന്നത്. ഇനി നമ്മൾ റെഡ് ലൈനിലോട്ട് മാറി കയറിയിട്ട് നമ്മൾ റെഡ് സ്ക്വയറിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ വന്ന മെട്രോ ട്രെയിൻ എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മൾ അടുത്ത മെട്രോയിൽ കയറുകയാണ്. ഇനി ഒറ്റ സ്റ്റോപ്പ് കൂടി പോകാനുള്ളൂ. ഇവിടുന്ന് കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിലോട്ട് കേട്ടോ. മാറി മാറി കയറുക. ഇതിപ്പോൾ റെഡ് ലൈൻ. സോ ഗൈസ്, നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ 1942 മുതൽ ഇവിടെ മെട്രോ ഉണ്ട് കേട്ടോ, റഷ്യയിൽ. അപ്പോൾ നമ്മൾ റെഡ് സ്ക്വയറിലോട്ടാണ് നടക്കേണ്ടത്. അപ്പം 7 1 to 7 അത് മനസ്സിലാക്കിയാൽ മതി. 1 to 7 കേട്ടോ. എൻ്റെ 10-15ാമത്തെ വട്ടം എങ്ങനെയായിരിക്കും ഞാൻ റെഡ് സ്ക്വയറിൽ വരുന്നത്. ഇവിടെ എപ്പോഴും വരും. നമ്മളെ പുട്ടിൻ്റെ വീട് തൊട്ടപ്പുറത്താട്ടോ, കാണിച്ചു തരാം. അത് അതിലേ പോയാൽ എന്താ ക്രാംലിങ്ങോ അങ്ങനെ എന്തോ ആണ് പേര് പറയാം. എന്നിട്ട് കളിയാ
ഇത് കാണാനാണ് റഷ്യയിൽ ആൾക്കാർ വരുന്നത്. ഇതന്നെ കാണാനുള്ളൂ മോസ്കോയില് മെയിനായിട്ട്. ഇവിടെ ഫുള്ള് ജനങ്ങളാ. ഓ നൈസ്. ഞാൻ ഇതിൻ്റെ ചരിത്രമൊക്കെ ഉണ്ടല്ലോ എത്ര വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ലാസ്റ്റ് വന്നത് കഴിഞ്ഞ നവംബറിലാന്ന് തോന്നുന്നു, 2024 നവംബറിൽ ഇവിടെ വന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് പോയതായിരുന്നു. ഇന്ന് വീണ്ടും 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 വരുന്നു. കുറേ സ്റ്റുഡൻസ്, എൻ്റെ പേരൻസൊക്കെ വന്നിട്ടുണ്ട്. ശരി, രസമാട്ടോ ഇത് കാണാൻ. എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ റെഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ മൊത്തം ഏരിയനാണ് കേട്ടോ. മൊത്തത്തിൽ റെഡ് സ്ക്വയർ എന്ന് പറയുന്നത് ആ മോസ്ക് റെഡ് സ്ക്വയറാണ്. ഇങ്ങോട്ട് റെഡ് കളറിലാണ്, പിന്നെ ഇതും നല്ല റെഡ് കളറിലാണ് കേട്ടോ. ഞാൻ എന്താണ് എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 വീഡിയോ അടുപ്പിച്ച് എടുക്കുന്നുണ്ട്. ഒന്ന് യാസിൻ വ്ളോഗ്സ് ഫാമിലി എടുക്കുന്നുണ്ട്, ഇതും എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് മടുത്തത് കൊണ്ടും എന്ത് പറയണമെന്ന് അറിയില്ല ഗൈസ്. എനിക്കൊന്നും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും പഴയ ആൾക്കാർ തന്നെയാണ്, പുതിയത് ആൾക്കാരായിട്ട് കുറേ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ നാഗാലാൻഡ് കിനകാസേ ഐ റീച്ച് റഷ്യ, നാഗാലാൻഡ്, ഐ മീൻ റഷ്യ. യുവർ പങ്കാതൻ ഇൻ റഷ്യ റൈറ്റ് നൗ. സലാം കാ. അതങ്ങനെ പിടിച്ച് സലാം കാ കിനകാസേ ബാലാസേ. നമ്മൾ ഈ ഏരിയ മൊത്തം കറങ്ങി കണ്ടുകൊണ്ടിരിക്കുക. അളിയാ, ഈ സൈഡിക്ക് നല്ല സ്കൈയാ. അപ്പോൾ അവിടെ പോയി ഫോട്ടോ എടുത്താൽ ഇപ്പം നല്ല രസമുണ്ടാവും. ഇതൊക്കെ ഇവിടെ കുറേ സുവനീർ ഷോപ്സും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. സമയം എന്തായി നിങ്ങളെ വിചാരം? രാത്രി 7:23 എന്നിട്ട് പോലും സൺസെറ്റ് ആയിട്ടില്ല. കൊള്ളാം, നൈസാണ് ഗൈസ്. ഇവിടുത്തെ ജനങ്ങൾ മൊത്തം നടക്കണം ഇങ്ങനെ കാണാം. അതിൻ്റെ കൂടെ നമുക്ക് നടക്കാം. ഫുള്ള് തിരക്കാട്ടോ. ഇവിടെ പണിയെടുക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ ഈ 2 ഏരിയയിൽ പിച്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ മൊത്തത്തിൽ. ഇതൊക്കെ എത്ര പഴക്കമുള്ള ബിൽഡിങ്ങാണ്. റഷ്യൻ കാഴ്ചകൾ മൊത്തം കാണിക്കാൻ തന്നെ ഞാൻ വിചാരിക്കുന്നത്. ക്യാമറയിൽ മാക്സിമം ഷൂട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പിന്നെ കാണാത്തവർക്ക് ഒരു വട്ടം കൂടി ഇത് കാണാമല്ലോ എൻ്റെ കണ്ണിലൂടെ. നാളെ മുതൽ ഞാൻ നല്ലോണം പഠിച്ച് നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇന്ന് യാത്രേൻ്റെ തിരക്കിലും അതൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ ആയത്. നാളെ മുതൽ കിടിലൻ വീഡിയോസ് ആയിരിക്കും. പിന്നെ നമ്മളെ യാസിൻ വ്ളോഗ്സ് ഫാമിലി എന്നുള്ള ചാനൽ ആരും മറക്കരുത്, അതും നോക്കണം. 2 ചാനൽ ഒരുമിച്ച് കാണണമെങ്കിൽ സന്തോഷം ഗൈസ്. എൻ്റെ മോനെ, ഞാൻ 2 ക്യാമറയിലും ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അളിയാ, ഏത് ക്യാമറ അടിപൊളി? 2ന്റെ ഭംഗിയുണ്ടല്ലേ? അതായത് കുറച്ചും കൂടി ഡീറ്റെയിൽ, അതായത് വൈഡ് ആംഗിൾ ഡീറ്റെയിൽ മൊത്തം ഐഫോണാണ് കവർ ചെയ്യണത്. ഇതാണ് മറ്റേ ഗോപ്രോ ആണ്, DJ ആണല്ലേ. പക്ഷേ എന്താ പറയാ, നല്ല ക്വാളിറ്റി വീഡിയോ കിട്ടുന്നത്. സോ ഗൈസ്, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബ്ലോക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. DJ കാണൂല, DJ ആ ബ്ലോക്ക് ഉണ്ടാവില്ല. കാരണം DJ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. നൈസ് ഗൈസ്. നമ്മൾ ഈ മോസ്കിൻ്റെ ബാക്ക് സൈഡ് വന്നാണ്. നിങ്ങൾ എപ്പോഴും വരുമ്പം ഫ്രണ്ട് സൈഡ് മാത്രം കവർ ചെയ്തിട്ട് പോകരുത്, ബാക്ക് സൈഡ് കൂടി വരണം. കാരണം ബാക്ക് സൈഡിൽ നിന്ന് നല്ല ഫോട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കി അല്ലേ, ഒന്നാളിയൊന്ന് കാണിച്ചിട്ടേ. നല്ല നല്ല കിട്ടില്ല ഫോട്ടോ കിട്ടാൻ ചാൻസ് കിട്ടും. നല്ല രസമുണ്ടല്ലേ? ഇവിടുത്തെ ഒരു ഫോട്ടോ എടുത്താലോ? അത് നമ്മൾ കിട്ടാൻ സാധ്യത ലൈറ്റ് കുറവായതുകൊണ്ട് കിട്ടാൻ സാധ്യത. നല്ല രസമുണ്ട്. ക്രൗഡും കുറവാണ്, നല്ല രസമുണ്ട്. ലൈറ്റ് ഉള്ള സമയത്ത് ഇതാണ് ബെസ്റ്റ്. ഇതാട്ടോ തൊട്ടടുത്ത് മെയിൻ ടൗൺ ആണ്, ഫുള്ള് ബ്ലോക്കാണ്. നൈസ്. ഒരു രക്ഷയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ കാണുന്നില്ലല്ലോ, എനിക്ക് നല്ലോണം കാണുന്നുണ്ട്. ഫുള്ള് ജനങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബ്. ടൗൺ ഈവനിങ് ആയതുകൊണ്ടെന്ന് തോന്നുന്നുണ്ട് ഫുള്ള് ബ്ലോക്കാണ്. ഇങ്ങ് സൂമിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ സിറ്റി ടൂർ ബസ് ആട്ടോ. അത് അതിൽ കയറി കഴിഞ്ഞാൽ 1500, 2000, 3000
ആ റേറ്റിന് നമുക്കിങ്ങനെ സിറ്റി മൊത്തം കറങ്ങാൻ വേണ്ടി പറ്റും. ഇതാ നല്ല ഭംഗിയില്ലേ, നൈസ്. ഒരു സിറ്റി ടൂർ ബസ് അതിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അതാ വേറെ സിറ്റി ടൂർ ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇനി നമ്മളെ ഫോണിലെടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചില്ല. ടൗണിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നൈസല്ലേ. ഒരു കിടിലൻ ബിൽഡിങ് അങ്ങ് ദൂരെ ഉണ്ട്. നോക്കി ഈ ഫ്ലവറൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് ബസ് പോകുമ്പോൾ നല്ല രസമാണ്. ബൊക്കെയാക്കി പോവല്ലേ. നമ്മളെ നാട്ടിലാണ് ഇപ്പോൾ ഇതൊക്കെ പറിച്ച് 4 പീസാക്കിയിട്ടുണ്ടാവും. ഈവനിങ് ആയപ്പം ലൈറ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ലൈറ്റൊക്കെ കാണാൻ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യിക്കാനുള്ള ഒരു ടൈമായിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം ഞാൻ വീഡിയോ എടുക്കുന്നില്ല, കാരണം ഫസ്റ്റ് യൂസാണ്, ടയേർഡാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പോരായ്മകൾ നിങ്ങൾക്കറിയാലോ. ഇവിടെ കണ്ടില്ലേ, പിന്നെ ഇവിടുത്തെ പണ്ടത്തെ ആൾക്കാരെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഓരോ കൂടെ ഫോട്ടോ എടുക്കരുത് കൂടെ പോയിട്ട് അപ്പം പൈസ ചെയ്യും. അപ്പം കുറച്ച് വിട്ട് നിന്നിട്ട് ഓരോടുത്തോ. നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യിക്കാനുള്ള ടൈമായി. ആദ്യത്തെ വീഡിയോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നാളെ മുതൽ കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് വീഡിയോ നമ്മൾ റെഡ് സ്ക്വയറിന്ന് എൻഡ് ചെയ്യിക്കുകയാണ്. സോ ഗൈസ് ബൈ ബൈ ആൻഡ് ബൈ ബൈ നാഗാലാൻഡ്. See, Purity, Nagaland in Russia.